പുറത്തേക്കൊക്കെ പോയി നല്ലതുപോലെ വെയിലൊക്കെ കൊണ്ട് തിരികെ വീട്ടിൽ വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ മുഖം നമ്മുടേത് തന്നെയാണോ എന്ന് പോലും സംശയം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പകൽ സമയങ്ങളിൽ നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് കാലാവസ്ഥകൾ നമ്മുടെ മുഖത്തോട് കാണിക്കുന്ന ക്രൂരത ശ്രദ്ധിക്കാതെ പോകരുത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂര്യാഘാതം മൂലം അല്ലെങ്കിൽ സൺ ടാൻ മൂലം മുഖമൊക്കെ ടാനായി വല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇതിൽ പ്രായഭേദമൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നിരന്തരം വെയിലേൽക്കുന്നത് മൂലമോ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് മൂലമോ മുഖത്തും കഴുത്തിലും കൈകളിലുമൊക്കെ സൺ ടാൻ മൂലം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സൂര്യാഘാതം മൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻ മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ സൺ ടാൻ മൂലമുള്ള ഡൾനെസ് പേടിക്കുകയേ വേണ്ട, അതിനുള്ളൊരു പരിഹാരമാണ് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായി നമുക്ക് പ്രധാനമായും ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ ആണ്, തക്കാളിയാണ്. നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. തക്കാളിയിൽ ധാരാളമായി ഉള്ളത് ലൈക്കോപ്പീൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് UV റേസ് മൂലമുണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനും ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ആ ഡൾ ഫേസ് ഒക്കെ മാറ്റി മുഖം നല്ല ബ്രൈറ്റൻ ആകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തക്കാളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ടൊമാറ്റോ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. തരികളൊന്നുമില്ലാതെ വേണം നമുക്കിത് എടുക്കാനായിട്ട്. നിങ്ങൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത ചുമന്ന തക്കാളി തന്നെ ഉപയോഗിക്കണം, അത് മറന്നു പോകരുത്. സോ ഞാനിവിടെ ടൊമാറ്റോ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്റർ ആണ്. സോ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ സോഫ്റ്റ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. മുഖത്തെ എക്സസ് ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാനും സ്കിൻ ക്ലീൻ ആകാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലും നമുക്കിത് വെക്കാവുന്നതാണ്. മുഖത്തെ വെയിലേറ്റ കരുവാളിപ്പ് മാറാനും മുഖം നല്ല ക്ലീൻ ആകാനും ഫ്രഷ് ആകാനും തക്കാളിയോളം ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊന്നുമില്ല. അത്രയ്ക്ക് സ്കിന്നിന് ബെനിഫിഷ്യലായിട്ടുള്ള ഒന്നാണ് ഈ തക്കാളി. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വരും. നല്ല റെഡ് കളറിൽ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. കണ്ടോ, നല്ലവണ്ണം ചൂടാക്കി കുറുക്കിയെടുത്ത നമ്മുടെ ടൊമാറ്റോ ജ്യൂസാണിത്. നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അലോവേറ ജെൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ടൊമാറ്റോ പേസ്റ്റും അലോവേറ ജെല്ലും കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.
വെയിലേറ്റ് കരിവാളിച്ചു പോയ മുഖം നല്ലപോലെ ബ്രൈറ്റനാകാനും മുഖത്തെ പാടുകളൊക്കെ മാഞ്ഞ് മുഖം നല്ല ഗ്ലോ ആകാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വലിയ ചിലവൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം സൺടാനൊക്കെ ഏറ്റ് പുറത്തൊക്കെ പോയി വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈകളിലുമൊക്കെ ടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുമൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊരു 7 days 1 week തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള പച്ചമോരുണ്ടല്ലോ, അത് ഉപ്പിടാത്ത ആയിരിക്കണം. അത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഈ ഒരു പാക്ക് അത് മോര് മുഖത്തെ കഴുകിക്കളയേണ്ട, അതിന് പുറത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. നിരന്തരമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ സൺടാൻ നമ്മുടെ മുഖത്തെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറം മാറ്റി ടാൻ ഉണ്ടാക്കും. പിന്നീട് ഈ ടാൻ മാറാതെ ഇത് കറുത്ത പാടുകളായും പിഗ്മെൻറ്റേഷനായിട്ടും മാറാൻ തുടങ്ങും. ഇത് ഇങ്ങനെ തുടർന്നാൽ ഈ UV റേസ് നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റിനും കൊളാജനും ഒക്കെ നശിപ്പിച്ച് പ്രായത്തേക്കാൾ മുൻപേ തന്നെ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ ആദ്യം നിറം മങ്ങുന്നതായി തുടങ്ങുന്ന പ്രശ്നം പതുക്കെ പതുക്കെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏജിങ്ങിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതാണ്. സോ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ കുറച്ച് നല്ല സൺസ്ക്രീനുകൾ പരിചയപ്പെടുത്താം. പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് നല്ല സൺസ്ക്രീൻ ഏതാണ് എന്നൊക്കെ. വളരെ നല്ലൊരു സൺസ്ക്രീനാണ് ഇത്. സൺഹാൾട്ടിൻ്റെ സൺസ്ക്രീനാണ് ഇത്. നല്ല ഹൈഡ്രേഷൻ തരുന്ന, നല്ലൊരു ഗ്ലോ തരുന്ന സൺസ്ക്രീനാണ് ഇത്. നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ഇനി അടുത്തൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെയാണ്. ഇത് ഒരു ക്രീമി ടെക്സ്ചറാണ്. വളരെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി പോകുന്ന, അത്ര ഒരു ഹെവി ഒന്നുമല്ല, ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും തരാത്ത വളരെ നല്ലൊരു സൺസ്ക്രീനാണിത്. പിന്നെ മറ്റൊന്ന് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് വളരെയധികം നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് നല്ലൊരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനാണ്. സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡാകും. ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കുമൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഒരു മാറ്റ് ഫിനിഷ് തരുന്ന സൺസ്ക്രീനാണിത്. പിന്നെ അതുപോലെ തന്നെ ഡെർമാക്കോയുടെയും ഡോട്ട് ആൻഡ് കീയുടെയൊക്കെ സൺസ്ക്രീനുകൾ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും എന്നെ അറിയിക്കണം. കമൻറ്റിലൂടെ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുമെന്നും എനിക്കറിയാം. പല കമൻസും ഞാൻ കാണാറുണ്ട്, വായിക്കാറുണ്ട്. ഒരുപാട് സന്തോഷമാകാറുണ്ട്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്കുണ്ടാവണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.